62-ാം വയസ്സിൽ വേമ്പനാട്ടുകായൽ നീന്തിക്കടന്ന റെക്കോർഡിലിടം നേടി ഭിന്നശേഷിക്കാരി തൃശൂർ സ്വദേശിയായ ഡോക്ടർ കുഞ്ഞമ്മ മാത്യൂസ് ആണ് 7 കിലോമീറ്റർ ദൂരം നീന്തി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. മനഃശാസ്ത്രത്തിൽ ഡോക്ടറേറ്റുള്ള കുഞ്ഞമ്മയുടെ മനക്കരുത്താണ് റെക്കോർഡിലേക്ക് നീന്തി കയറുവാൻ സഹായിച്ചത്. മനഃശാസ്ത്രത്തിൽ ഡോക്ടറേറ്റുള്ള കുഞ്ഞമ്മ മാത്യുവിന് വേമ്പനാട്ടുകായൽ നീന്തി കീഴടക്കണമെന്ന് ഏറെക്കാലത്തെ മോഹമായിരുന്നു. ആ മോഹത്തിന് ഈ വയോധികയ്ക്ക് വൈകല്യം ഒരു തടസ്സമായിരുന്നില്ല. ഇനിയൊരു അവസരം ലഭിച്ചാൽ കടൽ നീന്തിക്കടക്കണമെന്നാണ് തൻ്റെ അഭിലാഷമെന്ന് കുഞ്ഞമ്മ മാത്യു പറയുന്നു. എനിക്ക് ഇനി എന്തെങ്കിലും ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ, എനിക്ക് ഈ മേഖല ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നീന്തൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. എന്തെങ്കിലും ചാൻസ് ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഞാൻ ചെയ്യും. എനിക്ക് കായലല്ല കടലിൽ നീന്തണമെന്നൊരു ആഗ്രഹമുണ്ട്. വേമ്പനാട്ടുകായൽ കൈകാലുകൾ ബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ നീന്തിക്കയറിയ വാർത്ത കണ്ടാണ് കുഞ്ഞമ്മയും ശ്രമം തുടങ്ങിയത്. ഇതിനായി പ്രത്യേക പരിശീലനവും ആരംഭിച്ചു. ഇതിന് പിന്നാലെയാണ് വേമ്പനാട്ടുകായലിൽ ആലപ്പുഴ പള്ളിപ്പുറം വടക്കുംകര അമ്പലക്കടവിൽ നിന്ന് വൈക്കം കായലോര ബീച്ചിലേക്ക് കുഞ്ഞമ്മ നീന്തിക്കയറിയത്. തയ്യാറെടുപ്പ് കോതമംഗലത്ത് ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിൻ്റെ കോച്ചാണ് ശ്രീ ബിജു തങ്കപ്പൻ. അദ്ദേഹമാണ് എനിക്ക് പരിശീലനം തന്നത്. അവിടെ ഞാൻ ഒരു 3.5 മാസമായിട്ട് അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് മൂവാറ്റുപുഴയാറിൻ്റെ ആ ഒരു ഒഴുക്കുള്ള ഒരു ഏരിയയിലായിരുന്നു. ഒരു 2.5-3 മണിക്കൂർ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ചിലപ്പോൾ കാലത്തും വൈകിട്ടും പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് ചെയ്താണ് ഈ കായൽ നീന്താം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത്. ഇതോടെ വേമ്പനാട്ടുകായൽ നീന്തി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വനിതയായി കുഞ്ഞമ്മ മാത്യു മാറി. ോണ്ടിരുന്നപ്പോഴാണ് ഡോക്ടർ കുഞ്ഞമ്മ മാത്യൂസ് നീന്തി ഇങ്ങനെ വരുന്ന കണ്ടപ്പം എവറിത്തിങ് ഈസ് പോസിബിൾ. നിങ്ങൾ എനിക്കൊരു മോട്ടിവേഷൻ തന്നെയാണ്. നിഷ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കുഞ്ഞമ്മ മാത്യുവിനെ വരവേറ്റു. LIC റിട്ടയർഡ് ഉദ്യോഗസ്ഥ കൂടിയാണ് കുഞ്ഞമ്മ. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.